എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ജേണൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള യെല്ലോ ഷീറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണട വാങ്ങാൻ പോയപ്പം എനിക്കതൊരു കവറിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ജേണൽ ചെയ്യാൻ നല്ലൊരു ഐറ്റം ആണല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൗൺ കളറിലുള്ള ഷീറ്റ് നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോഴൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് എടുത്ത് വെക്കണമെങ്കിൽ അതും ഈ ജേണൽസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തതുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിച്ചുവിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനും ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ എടുത്ത് വെക്കാറുണ്ട്. അതും ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ബുക്കിലൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്കേഴ്സായിട്ടും യൂസ് ചെയ്തുകൊണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ ദിവസം മിഠായി വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കവർ ഉണ്ടായിരുന്നു. അതുമത്തെ കുറച്ച് റൈറ്റിങ്സും അതേപോലെ അതിനുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലെ ജേണൽ ചെയ്യുമ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതി എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജേണൽ ചെയ്യുമ്പോൾ ഭയങ്കര ആഡംബരമായിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ജേണൽസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കാണാൻ ഭംഗിയുള്ള സ്റ്റിക്കേഴ്സോ അതല്ലെങ്കിൽ വല്ല ഷീറ്റ്സോ കിട്ടുമ്പം കളയണ്ട, ഇതുപോലെ എടുത്ത് വെച്ചോളൂ. നിങ്ങൾക്കും ഇതുപോലെ ജേണൽസൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.